ജനഹിതം സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വി ജോയ് MLA രംഗത്തിറക്കി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇടതുപക്ഷം. മണ്ഡലത്തിലെ നിലവിലെ സാഹചര്യം അനുകൂലമാണെന്നാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. റെയിൽവേ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വികസനം എത്തേണ്ടതുണ്ടെന്നും വി ജോയ് പറഞ്ഞു. ആറ്റിങ്ങലിന്റെ സ്വന്തം ജോയ്, നമ്മുടെ സ്വന്തം ജോയ്, യുവജനങ്ങളുടെ പ്രിയപ്പെട്ട ജോയ് അണ്ണൻ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശത്തിലാണ് ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വി ജോയ് ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തിന്റെ CPM-ന്റെ അമരക്കാരനായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ആറ്റിങ്ങലിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രചരണം? വളരെ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഞാൻ ധാരാളം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജനങ്ങളുടെ ഒരു ആത്മാർത്ഥത ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാ ദിവസവും മണ്ഡല പര്യടനമാണ് ഇട്ടിട്ടുള്ളത്. എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്? പ്രധാനമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് റെയിൽവേയാണ്. റെയിൽവേയുടെ വികസനം വന്നാൽ തന്നെ നമുക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നമുക്ക് വിവിധ മേഖലകളിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അത് സ്റ്റേഷനുകളുടെ ഡെവലപ്മെൻറ്റ്, പുതിയ വണ്ടികളുടെ കാര്യം, ഉള്ള വണ്ടികളുടെ സ്റ്റോപ്പ് അനുവദിക്കൽ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നമുക്ക് വേണം. ഈ മണ്ഡലത്തിനകത്താണ് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട നേമം ടെർമിനൽ വരുന്നത്, അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ സമുച്ചയത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഊന്നൽ നൽകേണ്ടതായിട്ടുണ്ട്. പിന്നെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തൊഴിൽ എന്ന സങ്കല്പം നമുക്ക് ഏത് മാർഗത്തിലൂടെയാണ് അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു നിരവധിയായിട്ടുള്ള നമുക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ, സ്കൂള്, കോളേജുകൾ, ആശുപത്രികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനു പുറമെയായി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി ടൂറിസം പ്രോജക്റ്റുകൾ നമുക്ക് പ്രത്യേകിച്ചും ഈ വർക്കല, പൊന്മുടി എല്ലാം വരുന്നത് ഈ മണ്ഡലത്തിനകത്താണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ടൂറിസം പാക്കേജ് നമുക്ക് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അത്തരം ചില കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രധാനമായിട്ട് ഊന്നൽ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് നമ്മുടെ മണ്ഡലത്തിലെ ഒരു അനുകൂല ഘടകം? ഈ സർക്കാരുമായിട്ടുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ഏതൊക്കെ ഇപ്പോൾ മുൻ MPയുടെ പ്രവർത്തനങ്ങൾ, അതിലുള്ള പോരായ്മകൾ, അതൊക്കെയാണോ? എന്തൊക്കെയാണ് അനുകൂല ഘടകങ്ങളായിട്ട് CPM സ്ഥാനാർത്ഥി വിലയിരുത്തുന്നത്? ഞങ്ങൾ കഴിഞ്ഞവണ പരാജയപ്പെട്ടതൊരു ചെറിയ വോട്ടുകൾക്കാണ്, 38,000 വോട്ടുകൾക്കാണ്. അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തെ ഞങ്ങൾക്ക് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDFൻ്റെ MLA-മാരാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി പറ്റും. ക്ഷേമ പ്രവർത്തനങ്ങളിൽ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങൾ പരിഹരിച്ചു വരികയാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് പരിഹരിക്കുന്നതിനാവശ്യമുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കും. നിശ്ചയമായിട്ടും നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളത്. ശക്തമായ ത്രികോണ മത്സരം ഉണ്ടോ മണ്ഡലത്തിൽ? എങ്ങനെയാണ് ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെ ഒരു ത്രികോണ മത്സരം കാണുന്നില്ല. കുറച്ചുകൂടി അങ്ങോട്ട് പോയതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. ഇതാണ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. ഏതായാലും ശക്തമായ വാശിയേറിയ ഒരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലം എത്തിയിരിക്കുന്നത്.